ഉണ്ണിക്കും വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ വാഴ്ത്തിടും വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ദേവാനഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദിയെ വാനം ഭൂമി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ മാനമായി ചമച്ച ദേവഭാഗി മാമേശ മാനമായി ചമച്ച ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവദേവ ഭാഗി മാമേശ ജീവനാഥ ദേവദേവ ഭാഗി മാമേശ സ്വർഗത്തിലും ഭൂമിയിലും സർവ്വലോകത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ വാഴ്ത്തിടുന്നു നന്ദിയോടടിയർ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദം കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നോടെ. ഏമേൻ. വേഗം വരുന്ന ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി കാലം എല്ലാവർക്കും ഏമേൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് രാത്രികാലം ദൈവത്തിനായിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ ഏമേൻ അവസ്ഥയാണ്. ഇന്ന് രാത്രികാലം അല്പസമയം നമ്മുടെ മുമ്പിലുള്ളൂ. അത് ദൈവവചനത്തിൽ സംസാരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എത്രത്തോളം അത് തീർക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഏമേൻ ഏകദേശം ഏമേൻ ഒരു 35 മിനിറ്റേ നമ്മുടെ മുമ്പിലുള്ളൂ. ഏമേൻ 10-15 മിനിറ്റ് കൂടിയാലും ആർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആമേൻ. വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്ന് രാത്രികാലം വളരെ ലളിതമായ ഒരു സന്ദേശമാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. എന്നാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. രണ്ടും കൂടെ മിക്സ്ഡ് ആയ ഒരു വിഷയമാണ് ഇന്ന് രാത്രികാലം അല്പനേരം ഞാൻ ദൈവനാമത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു അവൻ ആരാണ്? നമ്മുടെ യേശു ആരാണ്? അവൻ ദൈവമാണ്. എന്നാൽ ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പാകെ ബെത്ലഹേമിൽ അവൻ ആരായിട്ട് ജനിച്ചു? ഒരു മനുഷ്യനായി ജനിച്ചു. വേഷത്തിൽ മനുഷ്യനായവൻ സർവ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ സർവ പദവികളും സർവ സ്ഥാനങ്ങളും അവൻ തിരസ്കരിച്ച് മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ മഹാസ്നേഹത്തെ വർണ്ണിക്കുവാൻ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ വിനിയോഗിച്ചാലും അതിന് മതിയാകത്തില്ല. അത്രത്തോളം വിലപ്പെട്ടതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹീതമേറിയ ദൈവിക പ്രവൃത്തിയുടെ വലകരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമായിരുന്നു. അവൻ ദൈവത്വത്തിൽ ത്രിയേക ദൈവത്തിൽ ത്രിയേക ദൈവമാണ്. അവൻ സർവ്വത്തിലും മേലെ അധികാരിയാണ്. സർവ്വത്തെയും തൻ്റെ വാക്കിനാലുള്ള വാക്യവനാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവമായിരുന്ന വചനം. 4 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ആ ദൈവം യേശു കർത്താവ് സൃഷ്ടിയിലുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കുക. 26-ാം വാക്യം 1:26 പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അങ്ങനെ സൃഷ്ടിയുടെ ആരംഭം മുതൽ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ദൈവമായിരുന്നവൻ. സകല ലോകത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗീയമായ സർവ സുഖങ്ങളെയും അവൻ മാറ്റിവെച്ച് അവൻ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ സർവത്തിലും മീതെ സർവവുമായിരുന്നു. എന്നാൽ അവൻ സകലവും നഷ്ടമാക്കി സകലവും തിരസ്കരിച്ചിട്ട് ഭൂമിയിലേക്ക് വന്നതാണ് നമ്മുടെ യേശു. ഇന്ന് രാത്രി കാലം അല്പനേരം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ഒരു യേശുവിനെ കുറിച്ചാണ്. നമുക്ക് വേണ്ടി
ദരിദ്രനായി തീർന്ന ഒരു യേശു. പ്രൈസ് ദി ലോർഡ്. വായിക്കാം 1 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം. 1 കൊരിന്ത്യർ 8:9. ആ സോറി 2 കൊരിന്ത്യർ 8:9. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. നമ്മുടെ യേശു അവൻ ആരാണ്? സമ്പന്നൻ ആയിരുന്നിട്ടും. അടുത്തതാണ് വാക്യം, നിങ്ങൾ നിമിത്തം ദരിദ്രൻ ആയി തീർന്ന കൃപ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇംഗ്ലീഷ് പദം വായിക്കുമ്പോൾ അത് തിരിഞ്ഞാണ് വരുന്നത്. ഗ്രേസ് അൻടു യു എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിമിത്തം അവൻ ആരായി തീർന്നു? ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടി? എന്തുകൊണ്ട്? നമ്മൾ ആരാകുവാൻ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ ശ്രേഷ്ഠതയോ അല്ല നമ്മെ സമ്പന്നനാക്കുവാൻ അവന് പ്രചോദനം നൽകിയത്. അവന് പ്രചോദനം നൽകിയ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്, പാപം സംബന്ധിച്ച് ഒരു മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവം എപ്പോഴും മനുഷ്യനുമായിട്ട് ഒരു വലിയ ബന്ധം ആഗ്രഹിക്കുന്നവൻ, ഒരു വലിയ ബന്ധം. ബൈബിൾ ഉൽപ്പത്തി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ആദിമകാലം തൊട്ട് തന്നെ ദൈവം മനുഷ്യനുമായിട്ട് ബന്ധം ആഗ്രഹിക്കുന്നവനാ. എവിടെയും എങ്ങനെയും എങ്ങനെയൊക്കെ തെറ്റിയാലും ദൈവം തിരിച്ച് മനുഷ്യനെ കൊണ്ടുവരുന്നു. ബൈബിളിൽ ആകെയുള്ള പാപത്തെക്കുറിച്ചും അല്ലെ ശിക്ഷാവിധിയെക്കുറിച്ചും പറയാത്ത എത്ര അധ്യായങ്ങൾ ബൈബിളിലുണ്ട്? എത്ര അധ്യായങ്ങൾ ബൈബിളിലുണ്ട്? എത്ര അധ്യായങ്ങൾ? പാപം എന്ന വാക്കില്ലാത്ത 4 അധ്യായമേ ബൈബിളിലുള്ളൂ. അതേതൊക്കെയാണെന്നറിയാം? പാപം എന്ന വാക്കല്ലേ, പാപത്തെക്കുറിച്ച് പരാമർശിക്കാത്ത 4 അധ്യായങ്ങളെ ബൈബിളിലുള്ളൂ. ഏതൊക്കെയാണെന്നറിയാം? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? ഉണ്ടോ? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ 21-22 അധ്യായങ്ങൾ എന്ത് പറഞ്ഞിട്ടില്ല? ഇല്ലയോ? ഡൗട്ടുണ്ടോ? നാളെ പോയി ഒന്ന് വായിച്ചിട്ട് എന്തുവാണെന്ന് പറയണം. ആകെ ബൈബിളിൽ പാപം എന്ന പദം ഉപയോഗിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ പാപമായിട്ട് ബന്ധപ്പെട്ട ശാപമോ ശിക്ഷാവിധിയോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആകെ 4 അധ്യായങ്ങളെ ബൈബിളിലുള്ളൂ. അത് ഉൽപ്പത്തി 1-2 അധ്യായങ്ങളും വെളിപ്പാട് 21-22 അധ്യായങ്ങളും. ആ വിഷയമല്ല, ഞാൻ മടങ്ങി വരട്ടെ. എന്നാൽ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയുന്നു. എന്താണെന്ന് വെച്ചാൽ, ദരിദ്രനായിരുന്ന നമ്മെ അവനിൽ സമ്പന്നനാക്കുവാൻ അവൻ സമ്പന്നനായി തീർന്നു. നമ്മളെ സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്ന ഒരു കൃപയെ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി 1-2 അധ്യായങ്ങൾ പാപം ചെയ്ത ദേഹി, പാപം ചെയ്ത ആദമിക വർഗം പാപം നിമിത്തം ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടപ്പോൾ അതേ ആദമിക സന്തതി വർഗത്തിൽപ്പെട്ട നമ്മളെ നിത്യജീവൻ അർഹരാക്കുവാൻ, നിത്യജീവൻ ഉടമകളാക്കുവാൻ അതേ ക്രിസ്തുവേശു നിർമ്മിതാവ്, സൃഷ്ടിതാവ്, സകലത്തിന്റെ ചരാചരങ്ങളുടെയും സൃഷ്ടിതാവായ ദൈവം അവൻ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ വേഷത്തിൽ മനുഷ്യനായി. എന്തിന്? ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, യേശു കർത്താവ് താൻ ജീവിച്ചിരുന്ന കാലം അത്രയും അവൻ ആരായിട്ടാണ് ജീവിച്ചത്? ഒരു ദരിദ്രനായിട്ടാണ് ജീവിച്ചത്. അവൻ ഒരു തച്ചന്റെ മകനായി ഭൂമിയിൽ വന്നു. തച്ചന്റെ മകൻ, തച്ചന്റെ വീട്ടിൽ അവൻ ജനിച്ചു വളർത്തപ്പെട്ടു. ബെത്ലഹേം എന്ന് വെച്ചാൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലമാണ്. എന്തിന്? പ്രവാചകൻ പോലും ചോദിക്കുന്നു, എവിടെ? നസ്രത്തിൽ നിന്നുമല്ല എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയും ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്താണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. അവന്റെ ജനനത്തിൽ അവൻ ദരിദ്രനായിരുന്നു, അവന്റെ ജീവിതത്തിൽ അവൻ ദരിദ്രനായിരുന്നു. നമുക്കറിയാം ചതുർമദ്രഹ്മ ടാക്സ് അടയ്ക്കുവാൻ അല്ലെങ്കിൽ നികുതി അടയ്ക്കാൻ യേശുവിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് അവൻ യേശു എന്തോ പറഞ്ഞു, നിങ്ങൾ പോയി ചൂണ്ടയിട്ടൊരു മീനെ പിടിക്കുക, അതിനകത്ത് എന്ത് കാണും? ദ്രഹ്മ കിട്ടും, അതുകൊണ്ട് പോയി. ടാക്സ് അടയ്ക്കുവാൻ അവരുടെ കയ്യിലായിരുന്നു. എന്തിന്? അവൻ ക്രൂശീകരണത്തിന് ഒരാഴ്ച മുമ്പ് യെരുശലേം എൻട്രിയിലേക്ക്, യെരുശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിൽ സഞ്ചരിക്കാൻ ഒരു വാഹനം പോലും ഇല്ലായിരുന്നു. അവൻ എവിടുന്ന വാഹനം എടുത്തത്? നിങ്ങൾ ചെല്ലുമ്പോൾ പട്ടണത്തിൽ എന്ത് കാണും? ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കാണും. അതിനെ അടിച്ചുകൊണ്ട് വന്നാൽ മതി. വെല്ലോൻ്റെയും കഴുതപ്പുറത്ത് ആര് നടന്നത്? എന്തിന്? അവനെ മരണത്തിൽ ആരുടെ കല്ലറയിൽ യേശു അടക്കപ്പെട്ടത്? കടമെടുത്ത കല്ലറ
കല്ലറയിലെ യേശു അടക്കപ്പെട്ടത്. കടമെടുത്ത വണ്ടിയിൽ അവൻ സഞ്ചരിച്ചത്. കടം വാങ്ങിയാണ്, അല്ലെങ്കിൽ മീൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയാണ് അവൻ ടാക്സ് അടയ്ക്കാൻ ഇടയായത്. അവൻ്റെ ജീവിതത്തിൽ അവൻ ദരിദ്രനായിരുന്നു എന്ന് വെച്ചാൽ അവൻ എല്ലാത്തിലും എല്ലാ മേഖലകളിലും അവൻ ദരിദ്രനായി അവൻ ജീവിച്ചു. എന്തിന്? എന്നെ സമ്പന്നനാക്കുവാൻ, എൻ്റെ വേദനയുടെ രുചി അവനൊന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ കഷ്ടതയുടെ വേദനകളുടെ ആഘാതമൊന്ന് മനസ്സിലാക്കുവാൻ. അവൻ ദരിദ്രനായിരുന്നിട്ടും അവൻ സകല മഹിമകളും വെടിഞ്ഞത് എന്നെ അവൻ ആരാക്കാനാണ്? സമ്പന്നനാക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാക്യത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം, ഇന്നലെ രാത്രിയിലൊക്കെ അല്പനേരം ഞാൻ ചിന്തിക്കേണ്ടതെത്തുന്നു. ഒരുപാട് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എത്രത്തോളം ആഴം എനിക്ക് ഇവിടെ വിശദീകരിക്കാൻ പറ്റുന്നത് അറിയത്തില്ല. എന്നാൽ അതിനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അത്രത്തോളം ഡീപ്പാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും. ഒരു പെർഫെക്റ്റ് സെൻസ് ആണ് അവിടെ പറയുന്നത്. അവൻ ആരാണ്? എങ്ങനെ അവൻ സമ്പന്നനാണ്? എന്ത് നിമിത്തം അവൻ സമ്പന്നനാണ്? അവൻ ദൈവമായതുകൊണ്ട്, അവന്റെ വാക്കിനാൽ സകലം ഉളവായതുകൊണ്ട് അവൻ സമ്പന്നനാണ്. വായിക്കാം സങ്കീർത്തനം 50-ാം അധ്യായം, 50-ാം സങ്കീർത്തനം, അതിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. കേൾക്കണമേ എന്റെ ജനമേ, കേൾക്കാം. കേട്ടോ, ആരാണ് അപ്പോൾ യേശു? സകലത്തിന്റെ മേലും സകലവുമാണ് അവൻ. ഹോമയാഗങ്ങളെ എനിക്ക് ആവശ്യമില്ല, സകലവും എൻ്റേതാ. ഞാൻ വിശന്നാ നിന്നോട് ചോദിക്കുമോ? കാരണം ഇതെല്ലാം എൻ്റേതാ. സകലത്തിലും സകലവുമായവൻ ദരിദ്രനായിത്തീർന്ന കൃപയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിൾ അങ്ങോളം ഇങ്ങോളം പഠിക്കുമ്പോൾ ഒന്ന് കാണുവാൻ കഴിയുന്നു. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട, പാപം നിമിത്തം നഷ്ടപ്പെട്ട ഒരു മാനവരാശിയെ നേടുവാൻ അവൻ പാപമായി തീർന്ന കൃപയാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ചിത്രീകരിക്കുന്ന യേശു എന്ന് പറയുന്നത് ദരിദ്രനായി തീർന്ന ഒരു യേശുവിനെയാ. ഒന്ന് വായിക്കാം 2 കൊരിന്ത്യർ 13:4. 2 കൊരിന്ത്യർ 13:4. കേട്ടോ, എന്താണ്? ബലഹീനതയാൽ. അപ്പൊ അവൻ ആരായി തീർന്നു? ബലഹീനനായി തീർന്നു. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും. കേട്ടോ, അവിടെയാണ് നമുക്ക് പ്രശംസയ്ക്ക് വകയുള്ളത്. അവൻ ബലഹീനനായ ക്രൂശിക്കപ്പെട്ടത്, എന്നാൽ അവൻ ആരാൽ ഉയർത്തപ്പെട്ടു? ദൈവശക്തിയാൽ അവൻ ഉയർത്തപ്പെട്ടു. എന്തുകൊണ്ടാ? അവൻ സമ്പന്നനായിരുന്നിട്ടും എന്ന പദം അവിടെ ഉപയോഗിച്ചത്. ആ ഒറ്റ പദം തന്നെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. അവൻ സകലത്തിനു മേലും സകലവുമായിരുന്നിട്ടും അവൻ ക്രൂശിൽ ആരായി തീർന്നു? ബലഹീനനായി തീർന്നു. He was a powerful man. He was a powerful God, but he was nothing before in the world. അവൻ ലോകത്തിൽ ഒന്നുമില്ലായ്മയായി തീർന്നു. എന്തിന്? എന്നെ എല്ലാം ഉള്ളവനാക്കി തീർക്കുവാൻ. Praise the Lord. എന്നെ സകലത്തിനും മേലും സകലവുമാക്കുവാൻ അവൻ become nothing. അവൻ ശൂന്യനായി തീർന്നു. അവൻ ഇല്ലായ്മയായി തീർന്നു. Praise the Lord. കാൽവരി ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഓടിച്ചാൽ ഒരു ചിത്രം കാണുവാൻ കഴിയും. എലി എലി ലമാ ശബക്താനി എന്നുള്ള യേശു കർത്താവിന്റെ നിലവിളിയുടെ മുമ്പാകെ പിതാവ് പോലും മുഖം തിരിച്ചു കളഞ്ഞു. Praise the Lord. എന്തിന്? എന്നെ സമ്പന്നൻ ആക്കുവാൻ. ഞാൻ സമ്പന്നനായിട്ടല്ല. Praise the Lord. എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടുമല്ല, എന്നാൽ എന്നെ സമ്പന്നനാക്കിയത് ഒരു കൃപയാണ്. Praise the Lord. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ എൻ്റെ കയ്യിൽ എനിക്ക് ആകെ എൻ്റെ സ്ഥലം വിറ്റാൽ, എൻ്റെ വീട് വിറ്റാൽ എല്ലാം കൂടെ ഏകദേശം ഒരു 1 കോടി രൂപ എനിക്ക് കിട്ടുമെന്നിരിക്കട്ടെ. 1 കോടി രൂപ. പെട്ടെന്നൊരു വ്യക്തി
എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് ആ വ്യക്തി പറഞ്ഞാൽ നോ പറയാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ എമർജൻസി, അല്ലെങ്കിൽ പുള്ളിക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ആ വ്യക്തി വന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ശ്രമിക്കാം, ഒരു 30 ദിവസം സമയം, 30 ദിവസത്തിനകം ഇത് എമർജൻസി ആണെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ച് ആ വസ്തു വിൽക്കാകുന്നതിൻ്റെ വിലയ്ക്കൊക്കെ വിറ്റ് സകലവും എനിക്ക് നഷ്ടമാക്കിയിട്ട് ഞാൻ ഈ വ്യക്തിക്ക് നീ ഇത് വെച്ചോ എൻ്റെ ഒരു മാക്സിമം ആണെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ ആരായിത്തീർന്നു? ആർക്കു വേണ്ടി? എൻ്റെ സഹോദരന് വേണ്ടി. അതാണ് കാൽവരി ക്രൂശിങ്കൽ യേശു ചൊരിഞ്ഞത്. അവൻ എല്ലാത്തിലും എല്ലാമാ, എന്നാൽ അവൻ ആരായിത്തീർന്നു? എന്തിനു വേണ്ടി? എന്നെ എല്ലാറ്റിലും എല്ലാം ആക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ പറയാൻ എനിക്ക് ഒരുപാട് സമയം വേണം. അത്രത്തോളം വിശാലമായ ഒരു ഭാഗമാണ് പ്രൈസ് ദി ലോർഡ് ഈ വാക്കിൻ്റെ തന്നെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ദൈവം അവൻ സമ്പന്നനായി തീർന്നത് അവൻ അസമ്പന്നനല്ലാത്തത് കൊണ്ടല്ല. ദരിദ്രനായി തീർന്ന അവൻ സമ്പന്നനല്ലാത്തത് കൊണ്ടല്ല. അവൻ ദരിദ്രനായി തീർന്നത് എന്നെ അവൻ്റെ ദൃഷ്ടിയുടെ മുമ്പാകെ അവൻ വരച്ച് കാട്ടിയത് കൊണ്ടാണ്. എന്നെ അവൻ്റെ ദൃഷ്ടിയുടെ മുമ്പാകെ അവൻ വരച്ച് കാട്ടിയത് കൊണ്ടാണ് അവൻ ആരായി തീർന്നത്? ദരിദ്രനായി തീർന്നു. ഒന്നാമത് വായിക്കാം സങ്കീർത്തനം 102 25 മുതൽ വായിക്കാം. സങ്കീർത്തനം 102 25 മുതൽ. കേൾക്കണമേ, പൂർവകാലത്ത് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. കേട്ടോ, ആകാശം എൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അപ്പോൾ അവൻ എന്തിട്ടു? ഭൂമിക്ക് അവനാണ് അടിസ്ഥാനമിട്ടത്. ആകാശം ആരുടെ കൈയുടെ പ്രവൃത്തിയാ? ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തിയാകുന്നു. അടുത്തത് കേട്ടോ, അവ നശിക്കും. ആര് നശിക്കും? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും സകല ലോകത്തിൻ്റെ മോഹങ്ങളും നശിക്കും, എന്നാൽ നീയോ നിലനിൽക്കും. വായിക്കാം. കേട്ടോ, അവയെല്ലാം, ലോകവും അതിൻ്റെ മോഹവും വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ, ഒരു ഉടുപ്പ് ഉഴിഞ്ഞു കളയുന്നത് പോലെ ലോകത്തിൽ നീ നേടിയതും നീ അധ്വാനിച്ചതും നീ പ്രാപിച്ചതും നീ എടുത്ത പേരും പെരുമയുമെല്ലാം ഒരു ഉടുപ്പ് പോലെ നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറും. വായിക്കാം. അവ മാറിപ്പോകുകയും ചെയ്യും. കേട്ടോ, നമ്മുടെ അരുമ മണവാളനെ യേശു ആരാണ്? നീയോ അനന്യനാകുന്നു. പ്രൈസ് ദി ലോർഡ്. നീയോ അനന്യനാകുന്നു. അതുമാത്രമല്ല, നിന്റെ സംവത്സരങ്ങൾ it never be end, it will be the eternity. അവൻ ഒരു ദിവസം കൊണ്ടോ ഒരു കാലം കൊണ്ടോ ഒരു കാലാദികൾ കൊണ്ടോ അവസാനിക്കുന്നവനല്ല. അവൻ നിത്യത മുതൽ നിത്യത വരെ തുടരുന്നവനാണ്. ലോകം ഭരിച്ച നീറോ പോലുള്ള മഹാനായ രാജാക്കന്മാർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലുള്ള ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ, അവരുടെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ രാഷ്ട്രവും അവസാനിച്ചു. എന്നാൽ നിത്യത മുതൽ നിത്യത വരെ തുടരുന്ന ഒരു മഹാരാജ്യത്വത്തിന്റെ ഉടമയായ നമ്മുടെ അരുമ മണവാളൻ സകലവും ത്യജിച്ചിട്ട് അവൻ ഭൂമിയിൽ വന്നു. അവൻ സമ്പന്നനായിരുന്നിട്ടും, പ്രൈസ് ദി ലോർഡ്, അവൻ സമ്പന്നനായിരുന്നിട്ടും. അടുത്ത വായിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെ, വളരെ വേഗം. യോഹന്നാൻ 1 മുതൽ 4 വരെ, വളരെ വേഗം. വായിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം എവിടെ പ്രകാശിച്ചു? അവൻ സമ്പന്നനായിരുന്നിട്ടും, അവൻ വെളിച്ചമായിരുന്നിട്ടും ഇരുളായ എന്നെ, ഇരുട്ടിൽ വസിക്കേണ്ട എന്നെ, എല്ലാം നിമിത്തം നഷ്ടപ്പെട്ട എന്നെ വെളിച്ചമാക്കുവാൻ ദരിദ്രനായിരുന്ന എന്നെ അവന്റെ വെളിച്ചത്തിൽ അവൻ വെളിച്ചമാക്കി തീർക്കുവാൻ ഭൂമിയിലേക്ക് അവൻ അവതരിച്ചു. നമ്മുടെ ഒന്നാമത്തെ ചിന്ത, അവൻ ആരായി തീർന്നു? ദരിദ്രനായി തീർന്നു. അവൻ ആരാണ്?
സമ്പന്നനാണ്. Praise the Lord. അവൻ സമ്പന്നൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അടുത്തത് അവന്റെ ദാരിദ്ര്യത്താൽ. എന്താണ് അവന്റെ ദാരിദ്ര്യം? എവിടെയാണ് അവൻ ദരിദ്രനായി തീർന്നത്? അവൻ ഈ ഭൂമിയിൽ ജീവിച്ച 33.5 വർഷം അവൻ ആരായിരുന്നു? എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. അവൻ സമ്പന്നനായിരുന്നു. എന്നാൽ യോഹന്നാൻ സുവിശേഷം 3:16 പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, തൻ്റെ ഏകജാതന പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ സമ്പന്നതയിൽ നമ്മുടെ ദാരിദ്ര്യത്തെ അവൻ കഴുകേണ്ടതിന് അവൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് വളരെ ശ്രദ്ധാർത്ഥിക്കുന്നതാണ്. അടുത്തത് അവന്റെ ദാരിദ്ര്യത്താൽ. ആ വാക്ക് വളരെ അർത്ഥവത്താണ്. എന്തുകൊണ്ട് അവൻ ദരിദ്രനായി തീർന്നു? അവന്റെ ദാരിദ്ര്യത്താൽ എന്നെ അവൻ സമ്പന്നനാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞ വളരെ ലളിതമായതാണ്. എന്നാൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അത്രത്തോളം ഡീപ്പായ തിയോളജിക്കൽ ട്രൂത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വാക്യമാണ് ഈ ഒരു ഭാഗം. ഞാൻ ഈ ഒരു വാക്യത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എടുത്തപ്പോൾ ഏകദേശം 21 പേജിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടി. 21 പേജിൻ്റെ നീണ്ട ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം വിശാലമാണ് ഇതിൻ്റെ ചിന്തകൾ. ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, കാരണം സമയം വളരെ ചെറുത്. അല്പമേ നമ്മുടെ മുമ്പിലുള്ളൂ. അവൻ സമ്പന്നനായിരുന്നിട്ടും 1. 2, അവൻ്റെ, ശ്രദ്ധിക്കണേ വാക്ക്, ദൈവം ദരിദ്രനാകുമോ? അവനെ ദരിദ്രനാക്കാൻ പറ്റുമോ? അവനെ ന്യായം വിധിച്ചവരെല്ലാം പറഞ്ഞു, ഇവരിൽ ഒരു കുറ്റവും ഞങ്ങൾ കാണുന്നില്ല. എത്ര പ്രാവശ്യം പീലാത്തോസ് മാറി ഇങ്ങനെ കയ്യഭാവ് മാറി അവനെ വിസ്തരിച്ചു. ഇവരെല്ലാം പറഞ്ഞു, ഈ നീതിമാനായ മനുഷ്യരിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പിന്നെന്താ അവൻ ചെയ്ത കുറ്റം? പിന്നെ എന്തുകൊണ്ട് അവന് നീചമായ ക്രൂശുമരണം കൊടുത്തു? എന്തുകൊണ്ട് അവനെ നീചനായി ചിത്രീകരിച്ചു? റോമാ ഗവൺമെന്റിന്റെ ഏറ്റവും നീചവും ക്രൂരവുമായ ശിക്ഷാവിധി നിർണയമാണ് ക്രൂശുമരണം. എന്തുകൊണ്ട് ഇവർ ഇത്ര നീചമായത് കൊടുത്തു? കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ട് ഞാനൊരു മെസ്സേജ് ഇപ്രകാരം കേൾക്കാനിടയായി തീർന്നു. സാധാരണ റോമാ ഗവൺമെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരിറ്റ് തുണി പോലും ധരിപ്പിക്കാതെ നഗ്നനായിട്ടാണ് വഴിയുടെ അരികിൽ ക്രൂശന്മേൽ തറയ്ക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, കാണുന്നവരൊക്കെ മുഖം തിരിക്കുമാറ്, കാണുന്നവരൊക്കെ മുഖം കുനിക്കുമാറ് അവന്റെ രൂപം എന്തായി തീർന്നു? ഉഴവുകാർ അവന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവു ചാലുകളെ അവൻ നീളത്തിൽ കീറി. അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ, അവൻ എല്ലാറ്റിലും എല്ലാമാണ്. ശൂലേമുത്രി ഇപ്രകാരം പറഞ്ഞു, 10,000ങ്ങളിൽ പരമസുന്ദരനാണ് എന്റെ മണവാളൻ. എന്നാൽ വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 2-ാം വാക്യം. യെശയ്യാവ് 53:2. കേൾക്കണമേ, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. കേട്ടോ, ശ്രദ്ധിക്കണമേ. അവൻ ആരാണ്? നമ്മുടെ ഒന്നാമത്തെ ചിന്ത, അവൻ ആരാണ്? സമ്പന്നനാണ്. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ണാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യവുമില്ല. അടുത്തത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി തീർന്നു, രോഗം ശീലിച്ചവനുമായി തീർന്നു. എന്തിന് അവൻ ദരിദ്രനായി? എന്തിനവൻ ദാരിദ്ര്യം അനുഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്നതിന് കുഞ്ഞാടിനെ പോലെ എന്തുകൊണ്ട് അവൻ മൗനത പാലിച്ചു? എന്തുകൊണ്ട് അവൻ ദരിദ്രനായി? പ്രൈസ് ദി ലോർഡ്. അവന്റെ ക്രൂശ് മരണം അവൻ എന്തുകൊണ്ട് ദരിദ്രനായി തീർന്നു? എന്തുകൊണ്ട് അവൻ ഇത്ര നീചമായ പ്രവൃത്തി കൊടുത്തു? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം എന്ന് ഇല്ല എന്നുള്ള ബൈബിളിന്റെ തത്വമാർന്ന ദൈവിക പ്രമാണത്തിന് വിരോധമായി അവൻ ജീവിക്കാതെ ദൈവ പ്രമാണത്തിന് അനുഷ്ഠിതമായി തന്നെ, സകല പ്രമാണത്തിനും അനുസൃതമായി തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ യാഗമായി അർപ്പിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വായിക്കാം
യെശയ്യാവ് 62:1, 62:1, 62:8. കേൾക്കണേ, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. കേട്ടോ, എന്തുകൊണ്ട് അവൻ ദരിദ്രനായി തീർന്നു, എന്തുകൊണ്ട് അവൻ ദാരിദ്ര്യം അനുഭവിച്ചു, എന്തുകൊണ്ട് അവൻ ഇല്ലായ്മയിലായി, എന്തുകൊണ്ട് ഒരൊറ്റ തുണി പോലും അവനെ മറയ്ക്കുവാൻ കഴിയാതെ അവൻ നഗ്നനായി തീർന്നു, എന്തുകൊണ്ട് അവനെ ഉഴവുചാൽ പോലെ കീറപ്പെട്ടു, എന്തുകൊണ്ട് അവൻ കഷ്ടം അനുഭവിച്ചു, എന്തുകൊണ്ട് അവൻ ഉപദ്രവം സഹിച്ചു, എന്തുകൊണ്ട് അവന്റെ മുഴവിൽ തലമേൽ മുൾക്കിരീടം ചൂടി, എന്തുകൊണ്ട് അവൻ നിന്ദാപാത്രമായി തീർന്നു, എന്തുകൊണ്ട് അവൻ വ്യസനപാത്രമായി തീർന്നു. എന്തിനു വേണ്ടി? യെശയ്യാവ് 62:1 പറയുന്നു, അവൻ എന്തിനു വേണ്ടി? പ്രകാശം. കേൾക്കണമേ, എന്റെ നീതി പ്രകാശം പോലെ, അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ ശോഭിക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. നിങ്ങളെല്ലാവരും മൗനമായിരിക്കുന്നു. ഇപ്രകാരം ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സമ്പന്നനല്ല, നമ്മൾ സമ്പന്നതയ്ക്ക് യോഗ്യരല്ല, നമ്മൾ നിത്യജീവൻ അർഹരല്ല, നമ്മൾ ദൈവിക ന്യായ പ്രമാണത്തിന് വിരുദ്ധമായി, എന്തിന് യഹൂദന്റെ നിയമത്തിനനുസൃതമായി ജാതി എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ഗണത്തിൽ എണ്ണപ്പെട്ട കാലത്ത് നിത്യജീവന് ഈ ജാതിയും ഈ പാപിയും ഈ നിർദോഷനുമായ എന്നെ അവന്റെ രക്തത്താൽ അവൻ വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയാ? നിത്യപ്രകാശത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയാ, നിത്യരക്ഷയിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ജാതിയായിരുന്ന എന്നെ അവൻ ഏത് സ്ഥാനത്തേക്ക് മാറ്റി? പുത്രൻ എന്ന സ്ഥാനത്തേക്ക് മാറ്റി. സൺഷിപ്പ് എന്ന് പറയുന്ന തിയോളജിക്കൽ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഏറ്റവും വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ് സൺഷിപ്പ് അല്ലെങ്കിൽ അഡോപ്ഷൻ എന്ന് പറയുന്ന പദം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്കും നിത്യാഗ്നിക്ക് യോഗ്യനായി തീർന്ന, നിത്യലജ്ജയ്ക്ക് യോഗ്യനായി തീർന്ന എന്നെ അവൻ നിത്യജീവൻ അർഹനാക്കി. അവൻ എന്നെ ദത്തെടുത്തു. എന്റെ യോഗ്യതയല്ല അവനെ ദത്തെടുത്തത്, എന്റെ സൗന്ദര്യമല്ല അവനെ ദത്തെടുത്തത്, എന്നെ അവൻ കണ്ടു. ആ കാൽവറി ക്രൂശിങ്കൽ അവൻ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ എന്റെ കണ്ണിന്മേൽ കണ്ണുനീരിനെ തുടച്ചു. വെളിപ്പാട് പുസ്തകം പിടിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഇനിയും കണ്ണുനീരുണ്ടാകയില്ല, ഇനി മുറവിളി ഉണ്ടാകയില്ല, ഇനി നിന്ദയുണ്ടാകയില്ല, ഇനി ശാപം ഉണ്ടാകയില്ല. എന്തുകൊണ്ട്? നിത്യാനന്ദമോടെ തലമേലിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? അവൻ ദരിദ്രനായി, എന്നെ പ്രകാശിപ്പിക്കുവാൻ അവൻ ദരിദ്രനായി. എന്തുകൊണ്ട്? അവൻ നിന്ദാപാത്രമായി, എന്നെ വിലയ്ക്കുവാൻ അവൻ നിന്ദാപാത്രമായി. 65:8, യെശയ്യാവ് 65:8. വളരെ വേഗം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കൊലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്. ഓഹോ, കേട്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നെ നശിപ്പിക്കുവാൻ ലോകവും അതിന്റെ സകലവും മുൻകൂട്ട് വന്നിട്ടും മുന്തിരിക്കൊലയിൽ ഒരു പുതുവീഞ്ഞ് കണ്ടിട്ട് അതിനെ നശിപ്പിക്കരുതെന്നുള്ള ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന് അരുളപ്പാടിന് വേണ്ടി ദൈവം ഇന്നും നിത്യതയ്ക്ക് വേണ്ടി, നിത്യത മുതൽ നിത്യത വരെ നിലനിർത്തുവാൻ വേണ്ടി നമ്മെ കാത്തു സൂക്ഷിച്ചു. നീറോ പോലുള്ള നികിഷ്ടന്മാരായ, ഹിറ്റ്ലർ പോലുള്ള നികിഷ്ടന്മാരായ ഭരണകർത്താക്കൾ ഭൂമിയിൽ വന്നിട്ടും ലോകത്തിൽ ഒരു മതം പോലും ക്രിസ്തു മതം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അത്രത്തോളം നീചവും നികിഷ്ടവുമായ പ്രവൃത്തികൾ കൊണ്ട്, കർമ്മ രീതികൾ കൊണ്ട് അവർ ദൈവസഭയെ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ മുന്നോട്ട് വന്നപ്പോൾ ബൈബിൾ പോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ച് കളയാവുന്നതിന് പരമാവധി കത്തിച്ച് കളഞ്ഞിട്ടും എന്തിന്? ഭക്തന്മാരായ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ ഒരു മെഴുകുതിരി പോലെ നടുവിൽ മെഴുകുതിരിയുടെ ദീപം തെളിയുന്ന കൊളുത്തു വെച്ചിട്ട് 4-5 പേരെ ഒന്നിച്ച് വെച്ച് വരിഞ്ഞു മുറുക്കി ഹിറ്റ്ലർ പോലുള്ള മഹാന്മാരായ രാജാക്കന്മാർ അവരുടെ സഞ്ചാര സ്ഥലത്ത് വിലക്കായി നിൽക്കുവാൻ ഇവരെ നിർത്തി. അവരെ ആ തീക്കകത്ത് അവർ വെന്തു മരിക്കപ്പെട്ടിട്ടും
ഹിറ്റ്ലർ പോലുള്ള നീചന്മാരെ നമ്മൾ കണ്ട വീഡിയോ കഴിഞ്ഞ 4 ദിവസങ്ങൾ കണ്ടതുപോലെ ചുട്ട് കഴിച്ചിട്ടും വിഷാംശം കലർത്തി അവരെ കൊന്നു കളഞ്ഞിട്ടും ലോകത്തിൽ ലഭിക്കാവുന്ന നികൃഷ്ടമായ പ്രവൃത്തികൾ കൊണ്ട്, വീര്യകൃതികൾ കൊണ്ട്, അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന നിലയിൽ അവരെ കുറ്റം ചുമന്നിട്ടും എന്തുകൊണ്ട് ദൈവസഭ, ദൈവമക്കൾ ഇന്നും നിവരെ നിൽക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, അവരിൽ എന്തുണ്ട്? ഒരു പുതുവീഞ്ഞുള്ളത് കൊണ്ടാണ്. അവരിൽ ഒരു പുതുവീഞ്ഞുള്ളത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ അത്രത്തോളം വിശുദ്ധരല്ല, അത്രത്തോളം നീതിമാന്മാരല്ല. നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ആരാധന കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ എല്ലാ മാസവും ദശാംശം കൊടുക്കുന്നു എന്നതല്ല നമ്മുടെ ജീവിക്കാനുള്ള ഡിഗ്രി. എൻ്റെ ദൈവത്തിന്റെ കൃപയാണ് നീ ജീവനോടെ നിൽക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് എൻ്റെ ദൈവത്തിന്റെ ദയാകുന്നു. നമ്മോടുള്ളവന്റെ കൃപ തീർന്നു പോയിട്ടില്ല, വ്യർത്ഥമായിട്ടുമില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവ പൈതലേ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഞാൻ ഉപവസിക്കുന്നത് കൊണ്ട്, ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട്, ഞാൻ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് അതല്ല നിന്റെ ജീവിക്കാനുള്ള കാരണം. അതല്ല മറിച്ച് നിത്യനായ ദൈവം നിത്യത മുതൽ അനാദികാലം മുതൽ തന്നെ, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ ദൈവം നിന്നെ അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് കൊണ്ട്, അവൻ നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് കൊണ്ട്, അവനിൽ നാം നിത്യത മുതൽ നിത്യത വരെ സമ്പന്നനായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും സന്തോഷം അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 2 ചിന്ത മാത്രമേ ആയുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം വായിക്കാമോ? കൊലോസ്യർ 1:24 വളരെ വേഗം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. കേട്ടോ, ശ്രദ്ധിക്കണം ആ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോലും പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് ഇപ്രകാരം ഒരു ചിന്തയുണ്ടോ എന്ന്. എനിക്ക് പോലും പലപ്പോഴും ഈ ചിന്ത ഉണ്ടാകാറില്ല, നമുക്ക് പോലും ഈ ചിന്ത ഉണ്ടാകാറില്ല. ശ്രദ്ധിച്ച് വായിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. വായിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്ത് ചെയ്യുക? സന്തോഷിച്ച്. കേൾക്കണമേ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. കേട്ടോ വാക്ക്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരന്റെ ജഡത്തിലല്ല, പാസ്റ്റർ ജഡത്തിലല്ല, ആരുടെ ജഡത്തിൽ? എല്ലാവരും ശബ്ദം പോയോ? ആരുടെ ജഡത്തിൽ? എൻ്റെ ജഡത്തിൽ. പൗലോസിൻ്റെതല്ല. ആ ബൈബിളിൽ എഴുതി വെച്ച പൗലോസിൻ്റെയാ. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളോടാ പ്രസംഗിക്കുന്നത്, എന്നോടാ പ്രസംഗിക്കുന്നത്. എൻ്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്പം ഫാൻ ഒന്ന് കുറഞ്ഞാൽ, അല്പം പ്രയാസമുണ്ടായാൽ, ഒന്ന് വാഹനമില്ലാതായാൽ, ഇപ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതിന് പലർക്കും ബുദ്ധിമുട്ടായി. പ്രൈസ് ദി ലോർഡ്. അല്പമെങ്കിലും വേദന സഹിക്കുവാൻ, വിഷമനം അനുഭവിക്കുവാൻ, ഒന്ന് വിയർക്കുവാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെ നീ പൂരിപ്പിക്കും? അരിമ മണവാളൻ കാൽവറി ക്രൂശിങ്കൽ രക്തം ചൊരിഞ്ഞ് ഒരിറ്റ് ചോര പോലും അവന്റെ ശരീരത്തിലില്ലാതെ അവന്റെ കുഴവ് ചാലുകൾ പോലെ അവന്റെ മുതുക് ഉഴുതട്ടും അവൻ മൗനമായിരുന്നത് എനിക്കും നിനക്കും വേണ്ടി നിത്യത ഒരുക്കുവാനാണ്. എന്നിട്ടും പൗലോസ് പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ച്. ഞാൻ പൗലോസിന്റെ മിഷണറി ജേർണികൾ 4 മിഷണറി യാത്രകൾ ഉണ്ടായിരുന്നു. അത് പഠിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നിടയായിത്തീർന്നു. പൗലോസ് എങ്ങും നടക്കുകയല്ലായിരുന്നു, കിലോമീറ്റർ മൈലുകൾ ഓടുകയാ. എന്തിനെന്നറിയാമോ? ഇനിയും ഒരാളോടെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ഓടി അവൻ എത്താകുന്നതിന്റെ മാക്സിമം അവൻ എത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനിയും എനിക്കൊരു നീതിയുടെ കിരീടമുണ്ട്. നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാൽ എല്ലാവരും ശവപ്പട്ടിയുടെ മുകളിൽ എഴുതി വെക്കും, ഞാൻ നല്ല പോർ പൊരുതെന്ന്. എത്ര പേർ പൊരുന്നിട്ടുണ്ട്? എത്ര പേർ ഓട്ടം തികച്ചിട്ടുണ്ട്? എത്ര പേർ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ചോദ്യമാണ്. എനിക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നത്, എനിക്ക് ഓടുവാനൊരു നല്ല വഴി അവൻ തുറന്നു തന്നത്, എനിക്ക് നിൽക്കുവാൻ വേണ്ടി ഒരു നല്ല ഗമനം അവൻ ഒരുക്കി തന്നത്, എന്റെ ജീവനം ഒരു സ്ഥിരത വെളിപ്പെടുത്തിയത്, എന്നെ അവൻ നിലനിർത്തിയത്, എനിക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എനിക്ക് ചിലതൂടെ പൂരിപ്പിക്കാനുണ്ട്.
വലിയ ആഴമാണ് അതിൻ്റെ ചിന്തകൾക്ക്. ഇവൻ എത്രത്തോളം എനിക്ക് മെസ്സേജ് പറയാം, എത്രത്തോളം പ്രസംഗിക്കാൻ സമയം കിട്ടിയാലും ആ ഒരു ചിന്തയുടെ ആഴം ചിന്തിച്ചു തീർക്കാൻ കഴിയത്തില്ല. ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്നതല്ല ദൈവകൃപ, കൃപകൾ പ്രവചിക്കുന്നതല്ല ദൈവകൃപ, കൃപാവരങ്ങളാൽ നിറയപ്പെടുന്നതല്ല ദൈവകൃപ, നല്ലൊരു മെസ്സേജ് പറയുന്നതല്ല ദൈവകൃപ. നോ, ഇറ്റ് ഈസ് നത്തിങ്. അത് ദൈവത്തിൻ്റെ കൃപയാൽ നിനക്ക് ലഭിച്ച ദാനം മാത്രമാ. പിന്നെ എന്താ ദൈവകൃപ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ എന്തെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ ഞാനത് പൂരിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള തീവ്രമേറിയ, അല്ലെങ്കിൽ ത്യാഗോചിതമായ ദൈവത്തോടുള്ള പ്രഖ്യാപനമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം ചിന്ത അർഹിക്കുന്നതാണ് ആ ഒരു വാചകം. അവൻ ആരായി തീർന്നു? നമ്മുടെ കുറിവാക്യത്തിൽ അവൻ ആരായി തീർന്നു? ദരിദ്രൻ ആയി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദരിദ്രനായി തീർന്ന 3-4 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ? അവന് സഞ്ചരിക്കാൻ വാഹനമില്ലായിരുന്നു. എന്തിനവനെ അടക്കാൻ കല്ലറയില്ലായിരുന്നു. അവന് ടാക്സ് കൊടുക്കുവാൻ ഒരു കാശില്ലായിരുന്നു. എന്തിന്? അവന് കിടന്നുറങ്ങുവാൻ ഒരു കിടപ്പറ ഇല്ലായിരുന്നു. അവൻ ദരിദ്രനായി തീർന്ന കൃപ നീ എന്ത് ചെയ്യണം? വായിക്കാം, വാക്യം ഒന്ന് വായിക്കാം. കേൾക്കണമേ, അവന്റെ ദാരിദ്ര്യത്താൽ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മത്തായി ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ദരിദ്രനാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? മത്തായി 8:20. മറ്റൊരാൾ മത്തായി 17:27 എടുത്തു വെച്ചോണേ. 8:20, മത്തായി 8:20. കേൾക്കണമേ, അരിമ മണവാളൻ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സർവവുമായവൻ പറയുന്നത്, കുറിനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, ഓ മനുഷ്യപുത്രനോ തലചായിപ്പാൻ. ഇന്നത്തെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ മനുഷ്യപുത്രൻ നമ്മുടെ വീട്ടിനകത്ത് പോലും എന്തില്ല? സ്ഥാനമില്ല. വായിക്കാം 17, 27, 26, 27. ഞാൻ പറഞ്ഞല്ലോ ദ്രഹ്മയെ കുറിച്ച്. ചൂണ്ടയിട്ട് കണ്ടോ? അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി. യേശുവിന് ദ്രഹ്മേ ടാക്സ് അടയ്ക്കാൻ എന്തില്ലായിരുന്നു? വായിക്കാം മത്തായി 20, 28. മറ്റൊരാൾ മർക്കോസ് 6:3 എടുത്തു വെച്ചോണം. മത്തായി 20, 28. കേൾക്കണമേ, നമുക്ക് പലപ്പോഴും എന്തിനാ ആഗ്രഹം? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്തിനാ ആഗ്രഹം? എല്ലാവരും ഒരു പണി നടന്നാൽ ഓക്കെ അതുപോലെ ചെയ്, അതിങ്ങനെ ചെയ്. അവിടെ അങ്ങനെ മുറുക്ക്, ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്ന് പറയാൻ എല്ലാവർക്കും എന്തുവാ? എല്ലാവരും പോയോ? എന്തുവാ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും നല്ല മിടുക്കാ. അങ്ങനെയാണോ ചെത്തുന്നത്? ഇങ്ങനെ വൃത്തിയാക്ക് പറയാൻ, അടുക്ക് പറയാൻ നമുക്ക് എല്ലാവർക്കും മിടുക്കാം. എന്നാൽ വചനം ഒന്ന് വായിച്ചേ. അവൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല. നീ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനാ നിന്നെ വിളിച്ചത്. ചെയ്യിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചെയ്യാൻ എല്ലാവർക്കും എന്തുവാ? പാട്. വിശദീകരിക്കുന്നില്ല. 6:3, മർക്കോസ് 6:3 എടുത്തില്ലയോ? മറ്റുള്ള ഫിലിപ്പിയൻസ് 2-ാം അധ്യായം 6-ാം വാക്യം എടുത്തു വെച്ചോണം. കേട്ടോ, യേശു ആരാണ്? തച്ചൻ്റെ മകനാണ്. തച്ചൻ്റെ മകൻ എന്ന് വെച്ചാൽ സമൂഹത്തിൽ തച്ചൻ എന്ന് പറഞ്ഞാൽ അത്ര വിലയുള്ളവരല്ല. ഇപ്പോഴും അത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അവൻ്റെ പേര് കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ നാട് കൊണ്ട് അവൻ കുറഞ്ഞവനാണ്. ഫിലിപ്പിയ ലേഖനം 2, 6-8 വരെ. കേൾക്കണമേ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വായിക്കാം. തന്നെത്താൻ താഴ്ത്തി. എവിടം വരെ അവൻ താഴ്ത്തി? എവിടം വരെ അവൻ ദരിദ്രനായി തീർന്നു? തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ ആരായി തീർന്നു? അനുസരണമുള്ളവനായി തീർന്നു. അടുത്തത് കേൾക്കണമേ. അതുകൊണ്ട് അവൻ്റെ അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട്
നമുക്ക് പറയാം എന്തിന് ഒരു MP-യുടെ മകൻ അല്ലെ MLA-യുടെ മകനാണ് അല്ലെ പോട്ടെ ഒരു പോലീസ് SI-യുടെ മകനാന്ന് പറയും ഞാൻ ആരാന്ന് പറയും. എൻ്റെ അപ്പനാ പന്തളത്തെ SI അല്ലെ സർക്കിൾ എന്ന് ആര് പറയാറുണ്ട്? ഒരു സർക്കിളോ SI ആണെന്ന് പറയാറുണ്ട്. ഇത് നമ്മുടെ യേശു ആരാണ്? അവൻ ദൈവമാണ്. ആ പദവിയിലേക്ക് നിങ്ങൾ രണ്ട് തലവും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ ദൈവമായിരുന്നിട്ടും ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ he become nothing by himself. അവനെ തന്നെ അവൻ താഴ്ത്തിയത് കൊണ്ട്. അടുത്ത വാക്യം, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അടുത്തത്, എല്ലാ നാമത്തിലും മേലായ നാമം അവന് നൽകി. അതുകൊണ്ട് 10 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും സകലരുടെയും മുഴങ്കാൽ മടങ്ങുവാൻ ആ നാമം ഉതകുന്നതായി തീർന്നു. അവൻ ദരിദ്രനായി തീർന്നു. നമ്മൾ 2 ചിന്തയെ പറഞ്ഞുള്ളൂ. ഇനി 2 ചിന്തകളുണ്ട്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരിക്കുന്ന ആർക്കും കുഴപ്പമില്ലല്ലോ. പിന്നെ നാളെ ഇത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇന്നുകൊണ്ട് ആ ഒരു വിഷയം തീർക്കണം. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് എടുക്കുന്നത്. അടുത്തത് 3-ാമത്തെ ചിന്ത. 1, അവൻ സമ്പന്നനാണ്. 2, അവൻ ദരിദ്രനായി തീർന്നു. 3, കുറിവാക്യം. എല്ലാവരും പോയോ? അടുത്തത്, നമ്മളെ ആരാക്കി? ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി അല്ല പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ ഒരു ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, എന്തുകൊണ്ട് അവൻ ദരിദ്രനായി? എന്നെ സമ്പന്നനാക്കേണ്ടതിന് അവൻ ദരിദ്രനായി. എന്തുകൊണ്ട്? ദിവസേന നമുക്ക് അന്നു വേണ്ടതെല്ലാം ആര് തരുന്നുണ്ട്? ദൈവം തരുന്നുണ്ട്. റോമലേഖനം 11-ാം അധ്യായം 12-ാം വാക്യം. റോമർ 11:12. മറ്റൊരാൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം എടുത്ത് വെച്ചേക്കണം. കേൾക്കണമേ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം. ആരുടെ നഷ്ടം? പിതാവായ യേശു കർത്താവിന്റെ നഷ്ടം. കേട്ടോ, ജാതികൾക്ക് സമ്പത്ത് വരുവാൻ എന്തായി തീർന്നു? കാരണമായി തീർന്നു. 1, എന്തുകൊണ്ട് നമ്മൾ സമ്പന്നനാകുന്നു? അവൻ ദരിദ്രനായി തീർന്ന കൃപ കൊണ്ട് നമ്മൾ സമ്പന്നനാകുന്നു. എന്തുകൊണ്ട് നമ്മൾ ധനവാനായി? എന്തുകൊണ്ട് നമ്മൾ ആത്മരക്ഷ പ്രാപിച്ചു? അവൻ ദരിദ്രനായി തീർന്നത് കൊണ്ട് നമ്മൾ ആത്മരക്ഷ പ്രാപിച്ചു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 21-22. ഒന്ന് പെട്ടെന്ന് എടുക്കണേ. മറ്റൊരാൾ വായിച്ചോ. 1 കൊരിന്ത്യർ 3:21-22. വായിച്ചോ. ആകയാൽ ആരും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അമ്മാച്ചൻ തന്നതാ, അല്ലെങ്കിൽ അപ്പൻ തന്നതാ, ചേട്ടൻ തന്നതാ, അനിയൻ തന്നതാ. എന്തോ വാക്യം പറയുന്നത്? അതുകൊണ്ട് ആരും മനുഷ്യരിൽ നമുക്ക് പ്രശംസിപ്പാനില്ല. കാരണം നമ്മുടെ പ്രശംസ ആരിലാകണം? ക്രൂശിലാകണം. പ്രൈസറും മനുഷ്യരിൽ ആരും പ്രശംസിക്കരുത്. സകലവും. ഇന്നലെ നമ്മൾ ആരായിരുന്നു? ക്രൂശിലെ മരണത്തിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? ദരിദ്രരായിരുന്നു. എന്നാൽ അവൻ ക്രൂശി മരിച്ചത് കൊണ്ട് സകലവും നിങ്ങൾക്കുള്ളതല്ലോ. അടുത്തത് 22. വായിച്ചോ. കേട്ടോ. 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇപ്പോഴുള്ളതോ, അവിടെ തൊട്ട്, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴുള്ളത് അറ്റ് ദ പ്രസന്റ്, വരുവാനുള്ളത് അറ്റ് ദ ഫ്യൂച്ചർ. പിന്നെ സകലവും. എവരിത്തിങ് ബിലോങ് ടു ആരാ? ബിലോങ് ടു അസ്. ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത് നാളേക്ക് വേണ്ടി, അല്ലെങ്കിൽ നിത്യത നമുക്ക് അർഹമായത്. എന്തുകൊണ്ട് നിത്യത നമുക്ക് അർഹമായി?
അവൻ ദരിദ്രനായതുകൊണ്ട്. അതുകൊണ്ട് സകലത്തിനും മേലെ സകലവുമായവൻ സകലത്തിൻ്റെയും നിറവ് നമുക്ക് തരുവാൻ അവൻ ബാധ്യസ്ഥനാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, വളരെ വേഗം. കേട്ടോ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ, കേട്ടോ, പണത്തിൽ സമ്പന്നരല്ല, രോഗസൗഖ്യത്തിൽ സമ്പന്നരല്ല, ലോകത്തിന്റെ പേരും പെരുമയിലും സമ്പന്നരല്ല, മറിച്ച് ഏതിലാണ് നമ്മൾ സമ്പന്നരാകേണ്ടത്? നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നു, ഞാൻ ബെന്തിക്കോസ്തുകാരനായി, പക്ഷേ എനിക്ക് ഇപ്പോഴും എന്തില്ല, വേണ്ടമണ്ണം ഒരു അഭിവൃദ്ധി ഇല്ല. നല്ല കാര്യമാണ്. നീ ഏതിലാണ് സമ്പന്നനാകേണ്ടത്? നിന്നെ ദൈവത്തിന് വേണം. നീ എന്നും അന്നത്തേക്കിന് വേണ്ടത് നീ ചോദിച്ചു മേടിക്കണം എന്നുള്ളത് ദൈവിക പദ്ധതി ആയതുകൊണ്ട് നീ എങ്ങനെ നിൽക്കുന്നു? നീ ഏതിൽ സമ്പന്നനാകണം? വിശ്വാസത്തിൽ സമ്പന്നർ ആകണം. നമ്മൾ എവിടെ സമ്പന്നനാകണം? പ്രൈസ് ദി ലോർഡ്. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. 2 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 21:7 കൂടെ വായിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. 3:18. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വേണം ധരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മെ സമ്പന്നനാക്കുന്ന എന്തുവാ? നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന് ഒന്ന് നമ്മെ സമ്പന്നനാക്കുന്നത്. ക്രൂശിൽ സകലത്തിന് മുമ്പാകെ നിന്നാപാത്രമായി തീർന്നു, സകല പാപത്തിൻ്റെതായ കീടവും മാറി ശുദ്ധമായി തീർന്ന ഒരു ഉരുപ്പടി കാൽവറി ക്രൂശികൾ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. അപ്പൊ നമ്മുടെ നഗ്നത വെളിവാകണമെങ്കിൽ തീയിലൂതി കഴിച്ച കീടം മാറിയ ക്രിസ്തുവെന്ന അരുമ മണവാളനായ പൊന്നുകൊണ്ട് എന്റെ നഗ്നത മാറത്തുള്ളൂ. അടുത്തത് നമ്മളെ എന്തുടുപ്പിക്കണം? വെള്ള നിലയങ്കി ഉടുപ്പിക്കണം. എന്തിന്? പ്രൈസ് ലോകത്തിന് മുമ്പാകെ നമ്മുടെ നഗ്നത വെളിവാകാതെ വേണം. വെളിപ്പാട് പുസ്തകം 21:7 വളരെ വേഗം അതോടെ വായിച്ച വാക്കുകളെ ചുരുക്കണം. കേട്ടോ, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക്. അപ്പം നമ്മളെ എന്തിനാ ദൈവം വിളിച്ചത്? എന്തിനാ അവൻ സമ്പന്നനാക്കിയത്? എന്തിനാ നമ്മെ സമ്പന്നനാക്കിയത്? നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. എന്തിനാ അവൻ നമ്മെ സമ്പന്നരാക്കിയത്? നമുക്കൊരു ജയം മുമ്പിൽ വെച്ചിട്ടുണ്ട്, നമുക്കൊരു ഓട്ടം മുമ്പിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് നേടുവാൻ ഒരു വലിയ ലക്ഷ്യമുണ്ട്, നമുക്ക് എത്തിപ്പിടിക്കുവാൻ ഒരു വലിയ ദൈവിക കർമ്മമുണ്ട്. എന്താണ്? വെളിപ്പാട് പുസ്തകം 21:7 വായിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ആർക്ക് കിട്ടും? നമ്മൾ എന്തിനാ വേണ്ടി ഓടുന്നത്? ജയിക്കാൻ വേണ്ടിയാ. ജയിക്കുന്നവൻ ഇത്. അപ്പൊ നമുക്കൊരു അവകാശമുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ എത്തത്തില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എത്തത്തില്ല, ഇങ്ങനെ ആരാധിച്ചാൽ എത്തത്തില്ല. നമ്മൾ പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കാനെല്ലാം ചെയ്യുന്നത്. മനുഷ്യന്റെ പ്രസാദം കൊണ്ട് എന്താ പ്രയോജനം? ഏറെയായാൽ 70 അല്ലെങ്കിൽ 80 അതുകൊണ്ട് തീരുന്ന ഈ മനുഷ്യായുസ്സിനു വേണ്ടി പ്രസാദിപ്പിക്കുന്ന മനുഷ്യൻ ഈ ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നീ പ്രശംസിക്കട്ടെ. നീ ഓടുന്നത് എന്തിനാകട്ടെ? നീ സമ്പാദിക്കുന്ന എന്തിനാകട്ടെ? ജയിക്കുന്ന കിരീടം വാങ്ങുവാൻ വേണ്ടിയാകട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ, കുറിവാക്യത്തിലേക്ക് ഞാൻ ഒന്ന് മടങ്ങി വരട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ബിക്കോസ് ഓഫ് യു, നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ എന്താ അറിയേണ്ടത്? എന്തോ നമ്മൾ അറിയേണ്ടത്? നിങ്ങൾ നിമിത്തം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി നമ്മൾ എല്ലാ വർഷവും ഓർക്കാറുണ്ട്. എന്താണെന്ന്? കാരണം എന്താ? പുള്ളി എങ്ങാണ്ടോ ഗുജറാത്തിൽ ജീവിച്ച വ്യക്തിയാ. ഒരു പേരും ഒരു പ്രശംസ ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും പുള്ളി ഓർക്കുമോ? പുള്ളി നല്ലൊരു മാർഗം കാട്ടിവെച്ചത് കൊണ്ടാണ് മഹാത്മാഗാന്ധിയെ നമ്മൾ ഓർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്തുകൊണ്ട് നമ്മൾ പൗലോസിനെ ഓർക്കുന്നത്? പൗലോസിന്റെ വാചകങ്ങൾ നമ്മൾ പലപ്പോഴും നമുക്ക് പ്രചോദനം നൽകുന്നത് താൻ തന്റെ ഓട്ടത്തിൽ വിശ്വസ്തനായതുകൊണ്ടാണ് പൗലോസിനെ നമ്മൾ ഓർക്കുന്നത്. വിശ്വസ്തരല്ലാത്തവരെ ആരും ഓർക്കത്തില്ല. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നമ്മൾ ദരിദ്രനായിരുന്നു എന്ന് നമ്മെ സമ്പന്നനാക്കിയവനെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമ്മൾ ഓർക്കണം. ആ കൃപ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഓട്ടവും ഒന്നിനു വേണ്ടിയാകട്ടെ, ബിരുദ പ്രാപിക്കാൻ വേണ്ടിയാകട്ടെ. നമ്മൾ മുമ്പേ പാടിയതുപോലെ ആ പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടി നമ്മുടെ വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ ദൈവനാമത്തെ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിടുന്ന ദേവാ, എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിടുന്ന ദേവാ, സാബ്രികളും സ്തുകഴ്ത്തും മഹേശ, പുകഴ്ത്തും മഹേശ, വാഴ്ത്തിടുന്നു 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 നന്ദിയോട ആർത്തുമോദമോടെ കീർത്തിക്കുന്നു മോടെ വൃക്ഷ സസ്യാദികൾക്കൽ ഭംഗിയെ നൽകുന്ന വൃക്ഷ സസ്യാദികൾക്കെല്ലാം ഭംഗിയെ ജീവനുള്ള സർവത്തിനും ഭക്ഷണം